സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റായി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരും. എംപിമാർ മത്സരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എംപിമാർ മത്സരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുള്ള തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിൽ തീരുമാനം എടുക്കേണ്ട ഹൈക്കമാൻഡാണ്, നമ്മളല്ല. എംപിമാർ MLA തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയില്ല. എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ല, ഈ ഒരുപക്ഷെ ഇപ്പം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടെന്നുള്ളൊരു വിലയിരുത്തലിലായിരിക്കാം ഒരുപക്ഷെ എംപിമാർ സ്വയം പറയുന്നത്. ഇപ്പം പല മണ്ഡലങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് അവർ പറയുന്നത്. അത്തരത്തിലൊരു ക്രൈസിസ് സംസ്ഥാനത്തുണ്ടോ? രാഷ്ട്രീയ സാഹചര്യം ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എംപിമാർ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിൽ അത് മറുപടി പറയേണ്ട കാര്യമില്ല. അതിപ്പോൾ നിങ്ങളല്ലോ തീരുമാനിക്കുന്നത്, പാർട്ടി ഹൈക്കമാൻഡല്ലേ തീരുമാനിക്കുന്നത്. നിങ്ങൾ തന്നെ ഇത് തീരുമാനിക്കുകയാണോ? അല്ല, പക്ഷേ കോൺഗ്രസിനൊരു സിസ്റ്റമില്ലേ, ആ സിസ്റ്റം അനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് MPമാരും MLAമാരുടെയും കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കുന്നത്. ഈ ഘട്ടത്തിൽ അങ്ങയുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ളതാണോ? എൻ്റെ അഭിപ്രായം അല്ലല്ലോ ഇവിടെ, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമല്ലേ പ്രധാനം. പിന്നെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ മീഡിയയോട് പറയാറുന്നത് ശരിയല്ല. ഇപ്പോഴത്തെ ചില നേതാക്കളെങ്കിലും ഈ എംപിമാർ വരുന്നതിൽ ഒരു അതിർത്തി ഉണ്ടെന്ന് പറയുന്നത്. കാരണം അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. നേതാക്കൾ പക്ഷേ അങ്ങനെയാണെങ്കിൽ അവർ മത്സരിക്കട്ടെ എന്നുള്ള നിലപാട് അറിയിക്കുന്നത്. അല്ല, അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും. എന്താ വേണ്ടത്? മോദിയുടെ പരിപാടിയിൽ പിന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല, കാരണം റിയാസിനെ ഒഴിവാക്കിക്കൊണ്ടാണെന്ന് പറയുന്നത്. അല്ല, റിയാസിനെ വിളിക്കേണ്ടതായിരുന്നു. സംസ്ഥാനത്തെ PWD മന്ത്രിയാണ്, സാമാന്യ മര്യാദയെ വിളിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം കാണിക്കുന്ന നാടകം തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ്. ഇത്രയും കാലം BJP ആമാടപ്പെട്ടി കൊടുത്ത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന ഒരാൾ ഇപ്പം ആമാടപ്പെട്ടിയില്ല, അറുമളക്കണ്ണാടിയില്ല, ഇപ്പം പങ്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പങ്കെടുത്തിട്ട് പറയണമായിരുന്നു അവിടെ. അപ്പോൾ ഇപ്പം ആമാടപ്പെട്ടി ആറുമളക്കണ്ണാടി ഒന്നും കൊടുക്കാതെ, പൂച്ചെണ്ടും കൊടുക്കാതെ മാറി നിൽക്കുന്നതിൻ്റെ രാഷ്ട്രീയം കേരള ജനതയ്ക്ക് മനസ്സിലാവും.